ഹായ് ഗൈസ്, എല്ലാവർക്കും വീണ്ടും ബയോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വാട്സാപ്പിന്റെ ട്രാൻസ്ലേഷൻ ട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് അതിന്റെ പരിഭാഷ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ വേറെ വേറെ ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി അന്യഭാഷ മെസ്സേജുകൾ വരും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമ്മുടെ അനുയോജ്യമായ ഭാഷയിലേക്ക് അത് മാറ്റാൻ കഴിയും. എന്തൊരു മാജിക് അല്ലേ? അപ്പോൾ നമുക്ക് ആ മാജിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് വേറൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് മെസ്സേജുകൾ എങ്ങനെ ഈസി ആയി ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് എടുക്കാം. വാട്സാപ്പ് മെസ്സേജിൽ ഞാൻ കുറച്ച് മെസ്സേജുകൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗ വാസ് യുവർ ജേർണി എന്നൊക്കെ കുറിച്ച് മെസ്സേജുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ കോപ്പി എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് മേടിക്കുന്നത് പോലെ ഇത് ഏറ്റവും എളുപ്പമായൊരു വഴിയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം വായിക്കാൻ കഴിയും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദിസ് ഈസ് ഭരദ്വാജ്. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. ആദ്യമായി പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞ് HI ഹായ് ട്രാൻസ്ലേറ്റ് എന്നുള്ളൊരു, അപ്പോൾ HI അടിക്കുമ്പോൾ തന്നെ ഇവിടെ ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹായ് ട്രാൻസ്ലേറ്റ് എടുക്കുക. അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം 10 MB ഉള്ളൂ. നിങ്ങളുടെ ഡേറ്റ ഒന്നും പോകുമെന്ന് പേടിക്കേണ്ട. അപ്പോൾ 10 MB. അത് ഇപ്പം നോക്കൂ, 4.5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതൊരു നല്ല ആപ്പാണ്, മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ 5 മില്യൺ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായി ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെർമിറ്റ് ഡ്രോയിങ് ഓവർ അതർ ആപ്സ്. ഇത് നിങ്ങൾ പെർമിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓക്കെ എടുക്കുക. നേരെ നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നമുക്ക് ആക്സസിബിലിറ്റി അലോ റീഡ് ആൻഡ് ട്രാൻസ്ലേറ്റ് കണ്ടന്റ്സ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിലെ സാധനം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആക്സസിബിലിറ്റിയിൽ പോയി, അപ്പോൾ അവർ ട്യൂട്ടോറിയൽ കാണിക്കും. അപ്പോൾ ഞാനിത് കാണുന്നില്ലെന്ന് അറിയാലോ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ആക്സസിബിലിറ്റി ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ രജിസ്റ്റർ സർവീസ് വിൽ ബി പെർഫോം അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ വെൽക്കം എന്നൊരു 2.0 അവരുടെ പുതിയ വെർഷനാണ് ഈ ഹായ് ട്രാൻസ്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ തന്നെ അവരൊരു ഇത് കാണിക്കും. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഒരു ഹിന്ദിയിൽ ഇപ്പോൾ അയക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, അല്ലെങ്കിൽ മലയാളമാണ്. നമ്മളിപ്പം ഇംഗ്ലീഷ്. അപ്പോൾ ഇത് നോക്കൂ, ഹേ ഹൗ ആർ യു എന്നാണ് ആ പുള്ളി ഹിന്ദിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈൻ താങ്ക്സ് എന്ന് അയക്കുകയാണ്. പുള്ളിക്ക് ഹിന്ദിയിലായിരിക്കണം അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഡ്രാഗ് ചെയ്യുന്നു, ഹിന്ദിയിലേക്ക് അയച്ചു കൊടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇവിടെ ഹിന്ദി വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ആപ്പ് ഒരു മെയിൻ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ട ഒരു ചെറിയ സാധനം, ഒരു വട്ടത്തിൽ ഒരു റൗണ്ടിൽ സാധനം വന്നിരിക്കുന്നു. അപ്പോൾ ഈ ലെൻസ് പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ലാംഗ്വേജ്, ഇപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വായിക്കേണ്ട ലാംഗ്വേജ് എന്താണോ അതാണ് ഇവിടെ മൈ ലാംഗ്വേജ്. മൈ ലാംഗ്വേജ് എന്നുള്ളത് മലയാളത്തിലേക്ക് ആക്കുക. മൈ ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ മലയാളമാണ് ആക്കുന്നത്. മൈ ലാംഗ്വേജ് മലയാളം നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ കിടക്കുന്നു മലയാളം. അപ്പം മലയാളം നമ്മുടെ വായിക്കേണ്ട ലാംഗ്വേജ് ആണ് മലയാളം. അപ്പോൾ ഫ്രണ്ട് ലാംഗ്വേജ് അവൻ എന്താണോ നമുക്ക് അയച്ചിരിക്കുന്നത്, ഏത് ലാംഗ്വേജ് ആണോ, ഇപ്പോൾ ജർമ്മൻ ആണോ ഹിന്ദി ആണോ അങ്ങനത്തെ. ഇപ്പം ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡ്രാഗ് ചെയ്യുന്നു, ചെറുതായി ഡ്രാഗ് ചെയ്യുന്നു, വലിച്ചു നോക്കുന്നു. അപ്പോൾ ചെങ്ങാതിയുടെ ഭാഷ കണ്ടോ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പിലും അതുപോലെ തന്നെ എല്ലായിടത്തും നമുക്കിത് ചെയ്യാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് വായിക്കാം. എൻ്റെ ഭാഷ കണ്ടോ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് വാട്സാപ്പ് എടുത്ത് നോക്കാം, വാട്സാപ്പിൻ്റെ എങ്ങനെയാണ്. ഞാൻ കുറച്ചുകൂടെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൗ വാസ് യു ജേർണി, അല്ലെങ്കിൽ ഹൗ വാസ് യുവർ ജേർണി എന്നാണ്. ഓക്കെ, ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ഫോർ എവരി വൺ. അപ്പോൾ യു ഡിലീറ്റഡ് ദിസ് മെസ്സേജ് എന്നാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ യു ഡിലീറ്റഡ് ദിസ് മെസ്സേജ് എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ വായിക്കണം. നോക്കൂ, നിങ്ങൾ ഈ സന്ദേശം ഇല്ലാതാക്കി. അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഫൈൻ, താങ്ക്സ്. ഇപ്പോൾ നമ്മൾ അയച്ചു. ഇനി ഇതവനെ മലയാളത്തിൽ അയച്ചു കൊടുക്കണം. ഓക്കെ, മലയാളത്തിൽ അയച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കൾച്ചർ നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. നോക്കാം. അപ്പോൾ ഇതിലെന്തോ കുഴപ്പമുണ്ട്, എൻ്റെ ആപ്സിൻ്റെ എന്തോ കുഴപ്പമാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇത് നോക്കൂ, നിങ്ങൾ ഈ സന്ദേശം ഇല്ലാതാക്കി. കണ്ടോ, ഇതുപോലെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ ഇവിടെ സെൻഡ് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇതെന്തോ ചെറിയ പ്രശ്നം പറ്റിയപ്പോൾ ഓക്കെ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ എന്തോ വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഉപകാരപ്പെടുമെങ്കിൽ
ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളും ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ആപ്പ് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴത്തെ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലിങ്ക്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഫർദ്വാജ്. അടുത്തൊരു ടെക് വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.